ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രാബല്യത്തിലാകണമെങ്കിൽ അതിനൊരു ലെജിസ്ലേറ്റീവ് പിൻബലം വേണം, ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലം വേണം, അല്ല എങ്കിൽ ഭരണഘടനയുടെ പിൻബലം വേണം. ആ പിൻബലം ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ട്രംപിന്റെ നിയമവിദഗ്ധരുടെ ടീം അക്ഷീണം പ്രയത്നിച്ചു എന്ന് വേണം കരുതാൻ. കോടതിയിൽ നിന്നും ഇങ്ങനൊരു വിധി മുൻകൂട്ടി തന്നെ ട്രംപും ടീമും പ്രതീക്ഷിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് 1974 ട്രേഡ് ആക്ട് അനുസരിച്ച് 122ാമത്തെ പ്രൊവിഷൻ ഉപയോഗിച്ച്, ആക്ടിലെ 122ാമത്തെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് 15% ടാരിഫ്, ആദ്യം 10%, പിന്നീട് ഉടനടി തന്നെ അഡീഷണൽ 5% ടാരിഫ് ചേർന്ന് പ്രഖ്യാപിക്കുന്നു. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. ഇവിടെ ഉയർന്ന കാതലായ ചോദ്യം, ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് ഡീൽ അനുസരിച്ച് ശരാശരി 18% ഇറക്കുമതി തീരുവ. ചില ഐറ്റംസിന് ഇറക്കുമതി തീരുവ ഇല്ല, ഫാർമസ്യൂട്ടിക്കൽസിനും അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസിനും ചില യന്ത്രഭാഗങ്ങൾക്കും വിമാന ഘടകങ്ങൾക്കും ഒന്നും ഇറക്കുമതി തീരുവയില്ല. പക്ഷേ ഉള്ളതിന് 18% ശരാശരി എന്നത് ഇപ്പോൾ ഏകദേശ ധാരണയായതാണ്. അതിപ്പോൾ 15% കുറയുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നാം. പക്ഷേ നോക്കൂ, ട്രംപ് ഈ ടാരിഫ് യുദ്ധമെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ലിബറേഷൻ ഡേ സ്പീച്ച് എന്ന് പറയുന്നത് ഏപ്രിൽ ആദ്യമാണ് നടത്തുന്നത്. അതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന 3% ശരാശരി തീരുവ, അത് MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ WTO റെജിമൻ അനുസരിച്ചുള്ള MFN സ്റ്റേറ്റസ് അനുസരിച്ച് ഇന്ത്യക്ക് ചുമത്തപ്പെട്ടിരുന്ന ഒരു ടാരിഫ് റെജിമനാണ്. അത് കൂടി ചേർത്തുകൊണ്ട് 15 + 3 = 18% എന്നതിലേക്ക് നിൽക്കുമോ? അങ്ങനെയെങ്കിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഈ ട്രേഡ് ഡീലിൽ എന്താണോ ട്രംപ് ഉദ്ദേശിച്ചത് അതേ ഘട്ടത്തിൽ എത്തി നിർത്താം. പക്ഷെ ഇന്ത്യയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് കോടതി ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ 122ാമത്തെ അനുച്ഛേദം അനുസരിച്ച് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു 15% ടാരിഫിന്റെ കാലാവധി കേവലം 150 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ അന്തിമ കരാർ ഏർപ്പെടുന്നത് അതിനും ശേഷമാണ്. ഇടക്കാല കരാർ മാത്രമാണ് ഉടനടി 2 ആഴ്ചക്കുള്ളിൽ ഏർപ്പെടേണ്ടത്. അതുകൊണ്ട് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായ ചർച്ചകൾ ഒരിക്കൽ കൂടി പൂർണ്ണമായ ഒരു നെഗോസിയേഷൻ സാധ്യമാകുമോ? അങ്ങനെയെങ്കിൽ ബെഞ്ച് മാർക്കായി എടുക്കാവുന്നത് 3% തീരുവയാണ്. അടിസ്ഥാന തീരുവ എന്ന് പറയുന്നത് MFN സ്റ്റേറ്റസ് ആണ്. അതിനെ ബെഞ്ച് മാർക്കായിട്ട് എടുത്തുകൊണ്ട് ഫർദർ നെഗോസിയേഷൻ സാധിക്കുമോ എന്നാണ് നോക്കേണ്ടത്. അതിനുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ട്രംപ് ഈ ടാരിഫ് ബാരിയേഴ്സിന് പുറമേ ഉള്ള മറ്റ് പഴുതുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് 1930 ഒരു നിയമമുണ്ട്. 1930 എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇക്കണോമിക് റിസഷന്റെ കാലഘട്ടമാണ്. ലോക സാമ്പത്തിക മാന്ദ്യം ഇന്റർ വാർ പീരീഡിലാണ്. 1ാം ലോകമഹായുദ്ധത്തിനും 2ാം ലോകമഹായുദ്ധത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന വലിയ ഒരു അന്ത്രാള ഘട്ടമാണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ആ സമയത്ത് അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ് 1930 നിയമം. അതനുസരിച്ച് ട്രംപിന്